താരനാണെന്ന് വിചാരിച്ചിട്ട് കാലങ്ങളായിട്ട് തലയിൽ കൊണ്ടു നടക്കുന്ന ഈ ഒരു കണ്ടീഷൻ യഥാർത്ഥത്തിൽ താരനല്ല, സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം താരനാണെങ്കിൽ നമ്മൾ തല അല്ലെങ്കിൽ മുടി ഇളക്കി കഴിയുമ്പോൾ അതിൽ ചെറിയ പൊടികൾ കാണാൻ പറ്റും, ഒരു വൈറ്റ് നിറത്തിൽ. മാത്രമല്ല ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലും ഉണ്ടാവും. പക്ഷെ താരൻ നമ്മൾ തലയോട്ടിയിൽ മാത്രമേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. പക്ഷെ സെബോറിക് ഡെർമറ്റൈറ്റിസ് ആകുമ്പോഴേക്കും നമുക്ക് അസഹനീയമായ ചൊറിച്ചിലായിരിക്കും തലയിൽ അനുഭവപ്പെടുക. അത് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്ത് കഴിഞ്ഞാൽ, തല വിയർത്ത് കഴിഞ്ഞാലൊക്കെ അത് കൂടുതലായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല നമ്മൾ ചൊറിയുന്ന സമയത്ത് ഒരു യെല്ലോ ബ്രൗൺ കളറിൽ സ്കെയിൽസുകളും ചെറിയ ചെളുക്കകൾ പൊളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പലപ്പോഴും തലയോട്ടിയിൽ മാത്രമായിട്ട് നിൽക്കില്ല. സെബോറിക് ഡെർമറ്റൈറ്റിസ് പലപ്പോഴും നമ്മൾ ഐബ്രോസിന്റെ മുകളിൽ, നോസിന്റെ മൂക്കിന്റെ ഇരുവശത്തായിട്ട്, ചെവിന്റെ പുറകിലും താടിയിലൊക്കെ നമുക്ക് ചൊറിച്ചിലും ഇറപ്ഷൻസും കാണാൻ പറ്റും എന്നുള്ളതാണ്. ഡാൻഡ്രഫ് അല്ലെങ്കിൽ താരനാണെങ്കിലും സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണെങ്കിലും നമ്മൾ തലയിൽ വളരുന്ന മലാസീസിയ എന്ന് പറയുന്ന ഫംഗസ് അല്ലെങ്കിൽ ഈസ്റ്റിനോട് ബോഡി കാണിക്കുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. സെബോറിക് ഡെർമറ്റൈറ്റിസ് വർഷങ്ങളോളം തലയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ ട്രീറ്റ്മെന്റ് നമ്മൾ എടുത്തില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ഈ ചൊറിഞ്ഞ ശേഷം അവിടെ ഇൻഫെക്ഷൻസ് വരാനും അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാനും സാധ്യതയുണ്ട്.